ബീഹാർ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. കാരണം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പശ്ചിമ ബംഗാൾ, അസം, പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. ഇതിൽ BJP പലയിടങ്ങളിലും ഉന്നം വെച്ചിരിക്കുന്ന ഇടമാണ്. അപ്പോൾ ബീഹാറിലെ ഫലം മറ്റുള്ളിടങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയായി മാറുന്നു. തീർച്ചയായിട്ടും ബീഹാറിൻ്റെ ഇലക്ഷന് അങ്ങിപ്പം പറഞ്ഞതിനപ്പുറമായിട്ട് ചരിത്രപരമായിട്ട് തന്നെ ബീഹാറിൻ്റെ ഇലക്ഷന് ബീഹാറിലെ നേതാക്കൾക്കും രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം നമ്മുടെ ലോക്നായക് ജയപ്രകാശ് നാരായൺ, കർപ്പൂരി താക്കൂർ തുടങ്ങിയ ഒത്തിരി പ്രഗത്ഭരായ നേതാക്കളെ പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റ് സൈഡിൽ സംഭാവന ചെയ്തൊരു രാജ്യമാണ്, സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലെ ജനത മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായിട്ട് താരതമ്യേന രാഷ്ട്രീയമായ ബോധമുള്ളവരുമാണ്. ഒരേ ഒരു ഘടകമെന്ന് പറയുന്നത് അവിടെ അടിസ്ഥാനപരമായിട്ട് ജാതി രാഷ്ട്രീയമാണ് പ്രധാനമായും എന്നും മുന്നോട്ട് നിൽക്കുന്നത്. അതിൽ ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം പ്ലസ് യാദവ് MY, ഇതാണ് ലാലുവിൻ്റെ രാഷ്ട്രീയം. അതിനപ്പുറത്തേക്ക് വോട്ട് വേണമെങ്കിൽ കൂട്ടുകക്ഷി വേണം, കുറച്ച് കോൺഗ്രസിൻ്റെ പേരിലൊക്കെ വരുമെങ്കിലും ലാലു പ്രസാദിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് മറ്റ് ജാതിക്കാർ വരുന്നതിൻ്റെ, മറ്റ് ജാതി സമൂഹങ്ങളിൽ പെട്ടിരുന്നതിൻ്റെ അളവ് തുലവും കുറവാണ്. കാരണം ഭരിക്കുന്ന കാലത്തെല്ലാം ഈ രണ്ട് വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിന്നിട്ടുള്ള ശൈലിയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ലാലുവിൻ്റെ അഴിമതിയെക്കുറിച്ചിട്ടുള്ള അറിയാമല്ലോ, ചാര ചോർ, പശുവിൻ്റെ ആഹാരം പോലും കഴിച്ച് തടിച്ചു കൊടുത്ത ആളാണ്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ്, മൻമോഹൻ സിംഗ് ഇറക്കിയ ഓർഡിനൻസ് വലിച്ചു കയറിയത് പോലും അത് രാഹുലിനെതിരായിരുന്നല്ലോ, ലാലു പ്രസാദിനെതിരായിരുന്നല്ലോ. അപ്പം ലാലുവിൻ്റെ രാഷ്ട്രീയം അഴിമതിയുടെയും ഇത്തരത്തിലുള്ള കാര്യം തെറ്റായ എല്ലാ പ്രവണതകളുടെയാണെന്ന് പറഞ്ഞാലും ബീഹാറിലെ ജാതി, ആ ജാതി പിന്തുണ ലാലുവിനുള്ളിടത്തോളം കാലം ലാലു എന്തൊക്കെ ചെയ്താലും ലാലുവിൻ്റെ അവിടുത്തെ വോട്ട് കുറയില്ല. കണ്ടില്ലേ പപ്പു യാദവിനെ പോലെ ഒരാൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. അയാൾ ചോദിച്ചു, അങ്ങക്ക് ഇത്രയും പണം ചെലവാക്കാൻ വേണ്ടി എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചു. ഒരു പൊതുസഭയിൽ ആൾ ചോദിച്ചതാണ്. അയാൾ പറഞ്ഞു, ഞാൻ ആളുകളെ കൊന്നിട്ടാണ് പണം ഉണ്ടാക്കുന്നത്, തനിക്ക് ഒരു നഷ്ടമുണ്ടോ? സാർ കേൾക്കണം, ഞാൻ ആൾക്കാരെ കൊന്നിട്ടാണ് പണം ഉണ്ടാക്കുന്നത്, ആ പണമാണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇങ്ങനെ കേരളത്തിൽ ചോദിക്കാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ചോദിക്കാൻ പറ്റുമോ? ബീഹാറിലത് പറ്റും. അതാണ് പപ്പു യാദവ്. ഇനിയും പപ്പു യാദവായി, ലാലുവായി, ഒറിജിനൽ പപ്പു, ഭാരതം അറിയുന്നൊരു പപ്പു ഉണ്ടല്ലോ, പപ്പു എന്ന് വിളിക്കുന്നയാൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ ശ്രമിച്ചത് ആ ഒരു വോട്ട് ചോരി യാത്ര എന്നൊക്കെ പറഞ്ഞ വോട്ട് അധികാർ യാത്ര നടത്തിയതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ ജയിക്കാനോ സർക്കാർ ഉണ്ടാക്കുന്നതിനോ ഒന്നുമുള്ള സാധ്യത പ്രതീക്ഷിച്ചിട്ടല്ല. കഴിഞ്ഞ തവണത്തെ 70 സീറ്റെങ്കിലും മുന്നണിക്കകത്ത് ഉറപ്പാക്കാൻ വേണ്ടി തേജസ്വി യാദവിൻ്റെയും ലാലു പ്രസാദിൻ്റെ യാദവിൻ്റെയും മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി മാത്രമാണ് ആ യാത്രയൊക്കെ നടത്തിയത്. അതൊന്നും കാര്യമായി പ്രയോജനപ്പെട്ടിട്ടില്ലെന്ന് ഇന്നോ നാളെയോ അറിയാം. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 70 സീറ്റ് പോലും ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക്, ആ മഹാഗഠബന്ധൻ എന്ന് പറയുന്ന കോൺഗ്രസിന് കഴിഞ്ഞ 19 സീറ്റാണ് ജയിച്ചത്. 70 19 ജയിച്ചുള്ളൂ. ആ 70 ഇത്തവണ 100 ആക്കണമെന്നാണ് പറഞ്ഞാണ് ഈ മനുഷ്യൻ അവിടെ മുഴുവൻ യാത്ര നടത്തിയത്. അതിനായിരുന്നു ലക്ഷ്യം. കിട്ടാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം സ്വാഭാവികമായും ചോദിക്കുന്ന ചോദ്യം, ലാലു പ്രസാദ് യാദവിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ലാലുവിന് യാതൊരു കാരണവശാലും ലാലുവിൻ്റെ ആ ജാതി സമവാക്യങ്ങൾ കണക്കാക്കുമ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യം കാണുന്നില്ല. കാര്യമായ കുറവും വരികയെന്നും
നമുക്ക് ഉറപ്പാണ്, ഒന്ന് ചിന്തിക്കാം, കണക്കാക്കാം. പക്ഷേ കോൺഗ്രസിന്റെ സീറ്റ് കഴിഞ്ഞ തവണ കിട്ടിയ 19 പോലും താഴോട്ട് പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇപ്പോഴും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ അവരും ധാരണയായിട്ടില്ല. കോൺഗ്രസ് അതിൽ നിന്ന് താഴോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ തീരുന്നു. കോൺഗ്രസ് അവിടെ തീർച്ചയായും എൻ്റെ ഒരു പ്രതീക്ഷയില് പരമാവധി 19 വരെ പോയാൽ പോലും വലിയ അത്ഭുതമാണ്. രണ്ട് കാര്യമാണ്, ആർക്കൊക്കെ സീറ്റ് കൊടുക്കാതിരിക്കുന്നു അവരെല്ലാം സ്വതന്ത്രമായി മത്സരിക്കുകയോ അപ്പുറത്ത് പോവുകയോ ചെയ്യും. ഒരു കാര്യം അത്. രണ്ടാമത് വേറെ ഒന്ന്, ഇപ്പോഴും അദ്ദേഹം എവിടെയാണ്? ഇന്ത്യയെ തിരിച്ചെത്തിയിട്ടില്ലല്ലോ. ഗൗരവപൂർവ്വം ഇലക്ഷനെ കാണുന്ന ഒരു നേതാവല്ല രാഹുൽ. പിന്നെ ഒരു കാര്യം കൂടെ, യാത്രയെക്കുറിച്ചിട്ട് മനോരമ പോലുള്ള നമ്മുടെ പത്രങ്ങളും അതുപോലെ അവരുടെ ഒപ്പം നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ യാത്ര കൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കൂ. ഈ യാത്ര കഴിഞ്ഞപ്പോഴും ഞാൻ ഉറപ്പായിട്ട് പറയാം, നരേന്ദ്രമോദി ബീഹാറിൽ സഞ്ചരിച്ചിട്ടുള്ളത്ര ജില്ലകളിലും ഗ്രാമങ്ങളിലും ഒന്നും ഇന്നും രാഹുൽ പോയിട്ടുണ്ടാവില്ല. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് തുടങ്ങിയ യാത്രയാണ്. ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ പ്രചാരകന്മാരുടെ ശൈലി. അവരുടെ യാത്ര കൊട്ടിപ്പാടി സേവ നടത്താറില്ല, പത്രത്തിലും പ്രഖ്യാപിക്കാറില്ല. അതൊരു വേറൊരു കാര്യം. അപ്പം പറഞ്ഞു വന്ന ബീഹാറിലെ കാര്യത്തിലേക്ക് വരുമ്പം, അതുകൊണ്ട് യാത്ര കൊണ്ടൊന്നും രാഹുലിൻ്റെ സാധ്യതയും വർദ്ധിക്കാനിടയില്ല. പിന്നെ വേറൊന്നും ഓർത്തോളുക, രാഹുലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു വ്യക്തിയാണ് ഭാരതത്തെ കഷണം കഷണമാക്കി മുറിക്കാൻ ഭാരത് ഒരു ടുക്കടെ ഹോങ്കെ ഇൻഷാ അള്ളാ എന്ന് JNUവിൽ വിളിച്ച ആ കനയ്യകുമാർ. ആ കനയ്യകുമാറിന് സീറ്റ് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കനയ്യയെ പോലുള്ള ആളുകളെയും തോപ്പിക്കുന്നതിന് തേജസ്വി യാദവ് മുമ്പിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കരുതുന്നത് പോലെ ഒരു പരസ്പരം ഉൾച്ചേർന്ന മത്സരത്തിന് സാധ്യത മഹാഗഠബന്ധന്റെ പക്ഷത്ത് അവിടെ ഇല്ല. പിന്നെ വേറൊരു പ്രധാന കാര്യമുണ്ടല്ലോ, നിരവധി സംഖ്യയിൽ കള്ള വോട്ടുകൾ, കുടിയേറ്റക്കാരുടെയും മരിച്ചുപോയവരുടെയും ഒക്കെ പേരുള്ള കള്ള വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ആ ധീരമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുക. സുപ്രീം കോടതി പോലും അതിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ കള്ളവോട്ടിന് സാധ്യത കുറയുന്നു. ഇവർ തമ്മിലുള്ള ധാരണയ്ക്കുള്ള സാധ്യത കുറയുന്നു എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായും മഹാഗഠബന്ധന്റെ സാധ്യത കുറയുകയും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDAയുടെ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും കാലം ഭരിച്ചു, പലതവണയും രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. NDAയോടൊപ്പം നിന്നു, UPയോടൊപ്പം പോയി, ലാലുവിനോടൊപ്പം നിന്നു, ലാലുവിനെ എതിർത്ത് ഒക്കെ പറഞ്ഞാലും ഇന്നുവരെ നിതീഷ് കുമാറിനെതിരെ ഒരു അഴിമതി ചാർജ് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ മറ്റെന്ത് പറഞ്ഞാലും അഴിമതിയുടെ കറ പുരളാത്ത സോഷ്യലിസ്റ്റാണ്. സ്വന്തം മകനെ കൊണ്ടുവരുന്ന കാര്യം പോലും ഇപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ല, അദ്ദേഹം അവിടുത്തെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന അതിപിച്ചട എന്ന് ഹിന്ദിയിൽ പറയും, അവിടെ വരുന്ന ആളുകളുടെ ആരാധ്യ പുരുഷൻ അവരുടെ ആളാണ്. അപ്പം ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരുടെ UPയിലും ബീഹാറിലും ഒക്കെ ഒരു കാര്യമുണ്ട്. യാദവ സമൂഹം എന്ന് പറയുന്നത്, ഞാൻ ആ ജാതിയെ കുറ്റം പറയില്ല, പിന്നോക്ക അടിസ്ഥാന വർഗത്തെ ഏറ്റവും കൂടുതൽ അടിച്ചൊതുക്കിയിട്ടുള്ള വിഭാഗം അവരാണ്. അവിടുത്തെ നമ്മൾ പറയുന്ന ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും മറ്റുമൊക്കെ. അങ്ങനെയുള്ളപ്പോൾ അവരും സ്വാഭാവികമായിട്ടും ചേരുന്നത് നിതീഷിനോടൊപ്പമായിരിക്കും. പിന്നെ നിതീഷ് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് എന്നുള്ളൊരു പരിഗണനയുണ്ട്, സ്വാഭാവികമായി ഉണ്ടാവും. അതുപോലെ ചിരാഗ് പസ്വാൻ, രാംവിലാസ് പസ്വാന്റെ മകൻ, പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാണ്. ഇവർ തമ്മിലുള്ള ആ സീറ്റ് ചർച്ചയുടെയൊക്കെ അവസ്ഥ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ല. എങ്കിലും അതൊക്കെ സെറ്റിലായി കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് ചിരാഗ് പസ്വാൻ
നിതീഷ് കുമാറിന്റെ JDU-നെതിരായിരുന്നു. അപ്പൊ ആ കണക്ക് വെച്ച് പറഞ്ഞാൽ പോലും ചിരാഗ് പസ്വാനെ പോലെയുള്ള ഡൈനാമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഒരു നേതാവും കൂടെ NDAക്കകത്തുള്ള സാഹചര്യം വരുമ്പം അപ്പുറത്തെന്താണ്, തേജസ്വി യാദവിന് ജാതി പറഞ്ഞ് അച്ഛൻ്റെ പേരിലുള്ള വോട്ട് കിട്ടുന്നതിനപ്പുറം വിദ്യാഭ്യാസം എത്രയെന്നറിയുമോ? 9ാം ക്ലാസ്. അതെ, 9ാം ക്ലാസ് ജയിച്ചെന്നറിയില്ല. ഇനിയിപ്പോൾ പറഞ്ഞൊരു ഒരു ഓഫറുണ്ട്, എല്ലാ വീടുകളിലും സർക്കാർ ജോലി കൊടുക്കുമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബീഹാരികൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്ന് കരുതണ്ട, പ്രായോഗിക ജ്ഞാനം നല്ലപോലെയുള്ളവരാ. ഒരു കാര്യം ഓർക്കണം, 2014 ഇലക്ഷന്, ലോക്സഭാ ഇലക്ഷന് അവർ പോയ സ്ഥലങ്ങളിൽ സ്വന്തം കയ്യിൽ പണം മുടക്കിയിട്ട് നാട്ടിൽ ചെന്ന്, ബീഹാറിൽ ചെന്ന് ആ NDA സർക്കാർ വരുന്നതിന്, മോദി സർക്കാർ വരുന്നതിന് ആവേശപൂർവ്വം പണിയെടുത്ത ആ സമൂഹത്തിൻ്റെ രാഷ്ട്രീയം അന്ന് നമ്മൾ കണ്ടതാണ്. ബീഹാറികൾ രാഷ്ട്രീയമായിട്ട് അജ്ഞരൊന്നുമല്ല, രാഷ്ട്രീയ അക്ഷരാഭ്യാസം ഇല്ലാത്തവരുമല്ല. സ്വാഭാവികമായും NDA പറയുന്ന വികസനത്തിൻ്റെ സാധ്യതകൾക്ക് വേണ്ടി വോട്ട് ചെയ്യുമോ, അതോ ലാലുവും കൂട്ടരും തേജസ്വിയും രാഹുലും പറയുന്ന ഇപ്പോഴും പരിമിതമായ തോതിൽ മാത്രം ബഹുജന വികാസത്തെ കാണുകയും കൂടുതലും സ്വന്തം താല്പര്യം നോക്കുകയും ചെയ്യുന്ന അഴിമതിയുടെ പാരമ്പര്യം വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിനാണോ, ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിനാണോ അവസരം കൊടുക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഒരു കൂട്ടര്, അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അജണ്ട പ്രകാരം അടിച്ചില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇടതു തീവ്രവാദികൾ, മറ്റു പല പ്രദേശങ്ങളിലുള്ള നക്സലുകൾ, അവരുടെ പിന്തുണ ബീഹാറിൻ്റെ ഘടകമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് അവര് ഇല്ലാതാകാൻ പോകുന്ന ഘട്ടത്തിൽ അവിടുത്തെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിക്കും ആ കമ്മ്യൂണിസ്റ്റ് പരിവാറിനും CPM-നും CPI-ക്കും ഒക്കെ അനുകൂലമായി ചെയ്തുകൊണ്ട് അവർക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുവാനും ഒരു പക്ഷയാണെങ്കിൽ ഇവരുടെ സീറ്റുകൾ ഉള്ളത് നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ടായിക്കൂടാകുകയില്ല. അതുകൊണ്ട് ഒരു ഭാഗത്ത് NDA-യും മറുഭാഗത്ത് ഒരു പക്ഷയാണെങ്കിൽ ഈ പറയുന്ന ഇടത് പാർട്ടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ലല്ലു പ്രസാദിൻ്റെ പാർട്ടിക്കും കോൺഗ്രസിനും RJDക്കും കോൺഗ്രസിനും ഇപ്പോൾ കിട്ടിയതിൽ നിന്ന് ഗണ്യമായ കുറവിലെ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളെന്നും വീണ്ടും ഒരിക്കൽ കൂടി അവിടെ ദേശീയ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വരുന്നതിനാണ് സാധ്യതയുള്ളതെന്നും അങ്ങനെ വരുന്നത് അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ ഒരു പുതിയ അതിൻ്റെ പ്രഭാവം ഉണ്ടാകുമെന്നും 2029 ഇലക്ഷനെ പോലും അത് കൃത്യമായും സ്വാധീനിക്കുമെന്നും നമുക്ക് തീർച്ചയായും കണക്കാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.